ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മുട്ടനെ കൊണ്ട് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മസാലയാണ്. എഗ് മലായി എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട പുഴുങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് കുറഞ്ഞ എരിവുള്ളതാണ് 3 എടുത്തത്. നിങ്ങളുടെ അടുത്ത് നല്ല എരിവുള്ളതാണെങ്കിൽ 1-2 മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ അത്യാവശ്യം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. അതായത് നമ്മൾ സാധാരണ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഒഴിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് ഓയിൽ വേണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച സവാള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യണം. അതായത് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ കൂടി പോവരുത്, തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് ടിപ്പ് പറയാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്താൽ മുട്ടൻ്റെ തോല് പൊട്ടി പുറത്തേക്ക് ഒലിക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഇപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, സവാളൻ്റെ കളറൊക്കെ ഒന്നങ്ങ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് അതിലേക്ക് 1.5 കപ്പ് പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുക. പശുവിൻ പാലാട്ടോ ഒഴിക്കുന്നത്, തേങ്ങാപ്പാലല്ല. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്യുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് അടുപ്പ് ഓൺ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കുക. ഒരുപാട് പൊടികളൊന്നുമില്ല, വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് പൊടികൾ. അതായത് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ കറുപ്പാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കണ്ടില്ല, ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നങ്ങ് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഹാഫാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനാണ്. അപ്പോൾ കണ്ടില്ല, ഒരു സൈഡ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്നങ്ങ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പം ഗ്രേവി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു സമയത്ത് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കുക. കുറച്ചുകൂടെ വെള്ളം പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് ഓഫ് ചെയ്യുക. ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈസിയാണിത് ചെയ്തെടുക്കാൻ. ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഈസിയും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. ആദ്യം വിചാരിക്കും ഇത്ര കുറഞ്ഞ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക.